അപ്പോ നാളെ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ പരീക്ഷ എഴുതാൻ സമയം കിട്ടിയെന്ന് വരില്ല. ബി കെയർഫുൾ. അത് പഠിക്കുന്ന കുട്ടികൾക്ക്. നമ്മൾ ബാക്ക് ബെഞ്ചേഴ്സിന് ആവശ്യം പോലെ സമയമുണ്ട്. ആദ്യം തന്നെ എസ് എഴുതാൻ ശ്രമിക്കുക. എന്നിട്ട് മതി 1-2 മാർക്കുള്ള ക്വസ്റ്റ്യൻസ്. ആ എസ് അറിഞ്ഞുണ്ടെങ്കിൽ 1-2 മാർക്ക് അറ്റൻഡ് ചെയ്യാലോ. ചെയ്യാം. അതും അറിയില്ലെങ്കിൽ പഴയ പരിപാടി ക്വസ്റ്റ്യൻ പേപ്പറിൽ പണം വരച്ചിരിക്കുക. താങ്ക് യു സർ. എക്സാമിന്റെ ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണ്. നമ്മളെ അറിയാവുന്നവരോട് നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. നമ്മൾ അത് ചെയ്യില്ല, സാറും അത് വെക്കില്ല. പിന്നെ വെള്ളമൊക്കെ ഹോൾ കയറുമ്പോൾ കൊണ്ടുപോകണം. ധാരാളം കുടിക്കണം. അതിന്റെ ആവശ്യമില്ല. അതെന്താടോ? ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴേ എന്റെ ബോധം പോകും. കോപ്പി അടിക്കാൻ നിൽക്കരുത്, വേറെ സാറന്മാരാണ്. ഒരിക്കലുമില്ല. നിക്കണ്ടടിയിൽ തുണ്ട് സെറ്റ് ചെയ്യാം. പരീക്ഷ എഴുതി കഴിയുമ്പോൾ ഒരു പ്രാവശ്യം കൂടി ഉത്തരങ്ങൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഈ ബ്ലാങ്ക് പേപ്പറിൽ എന്തിനു ഉറപ്പുവരുത്താൻ? അങ്ങനെയാണെങ്കിൽ ഓൾ ദ ബെസ്റ്റ്. നാളെ ഏതാണ് എക്സാം? കെമിസ്ട്രി, മലയാളം. നന്നായി വരും. സ്റ്റുഡൻസ്, ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു കരിയർ ഗൈഡൻസ് ക്ലാസ് എടുക്കാൻ പോവുകയാണ്. സാർ എടുത്താ പൊങ്ങോ? ഇല്ല, അതുകൊണ്ട് നിന്റെ ഡാഡി ദശാവതാര ശ്യാമിനെ വിളിച്ചിട്ടുണ്ട് പൊക്കാൻ. സാർ വൺ ഡൗട്ട്. ഈ കരിയർ ഗൈഡൻസ് ക്ലാസ്സിലെ ക്ലാസ്സിൽ പറയൂ കൃഷ്ണൻ. ക്ലാസ് കഴിഞ്ഞിട്ടാണോ പരിപ്പൂടൻ ചായം, അതോ ക്ലാസ്സിന് മുമ്പാണോ പരിപ്പൂടൻ ചായം? നീ വെയിറ്റ് ചെയ്യണം. നിനക്ക് ഞാൻ പ്ലേറ്റ് ഷവർമ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ വരും. ഓ സാർ. +2 കഴിഞ്ഞാൽ ഇനി എന്ത് എന്നുള്ള ചോദ്യം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരും. ഞങ്ങളുടെ ജീവിതത്തിൽ ആ ചോദ്യം ഒരിക്കലും വരില്ല, കാരണം നമ്മൾ ഒരിക്കലും +2 പാസ്സാവൂലല്ലോ. ഭാവിയെ കുറിച്ച് ഒരു ധാരണ വേണം. എന്താവണം, എന്താകണ്ട എന്ന്. 100% പറയുന്നു. ഈ ഇരിക്കുന്ന കുട്ടികളെല്ലാം ഒന്നും ആയില്ലെങ്കിലും സാറിനെ പോലെ ഒരിക്കലും ആവില്ല. നിങ്ങളുടെ പ്രായത്തിൽ എനിക്കും ഒരു കഴിവില്ലായിരുന്നു. ഞാൻ സ്വന്തമായി തേച്ച് മിനുക്കി എടുത്തതാണ് ഇതൊക്കെ. പണ്ട് സ്വന്തമായിട്ട് തേച്ചു, ഇപ്പൊ മറ്റുള്ളവരെ തേക്കുന്നു. വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ തോൽക്കണം. അങ്ങനെ തോറ്റ് ലോകം കണ്ട മഹാ തോൽവികളാണ്. Correct. വലിയ ശല്യമായല്ലോ. +2 ജയിക്കുമെന്ന് ഉറപ്പുള്ളവർ മാത്രം ഈ ക്ലാസ് ഇരുന്നാൽ മതി. ബാക്കി എല്ലാവരും ഗെറ്റ് ഔട്ട്. ഓ, അങ്ങനെയാണെങ്കിൽ സാർ +2 ജയിച്ചത് എന്താണ് എത്ര ഉറപ്പ്? സാറിന്റെ +2 സർട്ടിഫിക്കറ്റ് ഞങ്ങൾ മുമ്പിൽ ഹാജരാക്കണം. ശങ്കരൻ, കൃഷ്ണൻ, നിങ്ങൾ സിറ്റ് ഡൗൺ. അപ്പൊ തോറ്റെന്ന് ഉറപ്പായി.